ഇലക്ഷൻ കഴിഞ്ഞുള്ള ആദ്യ പ്രതികരണത്തിലേക്ക്, വാർത്താ സമ്മേളനത്തിലേക്ക് സഖാവ് എം വി ഗോവിന്ദൻ പ്രത്യക്ഷപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങളും അഭിപ്രായമൊക്കെ നമുക്ക് കേൾക്കാം. കേരളത്തിലെ ചില മാധ്യമങ്ങളും ചില പാർട്ടികളുമെല്ലാം വലിയ രീതിയിലുള്ള ആവേശ പ്രചരണം ഇലക്ഷൻ കഴിഞ്ഞ ആ നിമിഷം മുതൽ ആരംഭിക്കുകയുണ്ടായി. അതിന് അവർ പറഞ്ഞ കാര്യം വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ വർധനവ് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ തെളിവായിട്ട് പറഞ്ഞുകൊണ്ടാണ് 100+ UDF ഭരണത്തിലേക്ക് പോകുന്നു എന്ന പ്രചരണ പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ വസ്തുതാപരമായ കാര്യങ്ങൾ പരിശോധിച്ചാൽ ഈ പ്രചരണത്തിലൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. SIRന് മുമ്പ് 2.84 കോടി വോട്ടർമാരാണ് പട്ടികയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പട്ടികയിലെ തീവ്ര പരിഷ്കരണത്തിന് ശേഷം 2.17 കോടി വോട്ടർമാരായാണ് അത് ചുരുങ്ങിയത്. അവരിൽ 78.27% വോട്ടർമാരാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ കണക്ക് പുറത്ത് വിട്ടിരിക്കുകയാണ്. 2020-21 94 മണ്ഡലങ്ങളിൽ വോട്ടർമാരുടെ എണ്ണം SIRന് ശേഷം കുറയുകയാണ് ഉണ്ടായത്. അതായത് 2021 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 94 മണ്ഡലങ്ങളിൽ വോട്ടർമാരുടെ എണ്ണം തീവ്ര പരിഷ്കരണത്തിന് ശേഷം കുറഞ്ഞു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ നടത്തും 94 മണ്ഡലങ്ങളിലും ഏറ്റവും കൂടുതൽ കുറഞ്ഞത്, അത് വലിയ നമ്പറാണ്, 47,647 വോട്ടർമാരുടെ കുറവുണ്ടായത് തിരുവനന്തപുരം മണ്ഡലത്തിലാണ് എന്ന് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ വന്ന് വോട്ട് ചെയ്യാൻ പറ്റുന്ന വോട്ടർമാർ ഏറ്റവും അവസാനം പുതുക്കിയ വോട്ടർ പട്ടികയിൽ ആ വോട്ടർ പട്ടിക നിലവിൽ വന്നിട്ടും 71 മണ്ഡലങ്ങളിൽ, എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ 21-നേക്കാൾ പോളിംഗ് കുറയുകയാണ് ചെയ്തത്. 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകെ 2.09 കോടി വോട്ടർമാരാണ് വോട്ട് ചെയ്തതെങ്കിൽ ഇപ്പോഴത് 2.08% കുറഞ്ഞു. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തി നോക്കിയാൽ വോട്ടിന്റെ എണ്ണം കുറയുകയാണ് ഉണ്ടായത്. അസാധാരണമായ വോട്ട് വർധനവുണ്ടായി എന്ന പ്രചരണം തികച്ചും അടിസ്ഥാനരഹിതമായ ഒന്നാണ് എന്ന് പറയാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് പോകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് UDFകാരും BJPക്കാരും ഇവരുടെ 2 മുന്നണിയും വലിയ രീതിയിലുള്ള പണക്കൊഴുപ്പ്, പണത്തിന്റെ സ്വാധീനം
ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് ആണ് എന്ന് കാണാൻ കഴിയും. അതിൽ പണമുണ്ട്, കിറ്റുണ്ട്, സാരിയുണ്ട്, മറ്റു പല സാധനങ്ങളുമായി ഈ രണ്ട് വിഭാഗവും ശക്തിയായിട്ട് വോട്ടർമാർക്കിടയിൽ ഉണ്ടായിരുന്നു. ഉത്തരേന്ത്യയിൽ കാണുന്നത് പോലെയുള്ള ചില വൈതൃകങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിലുള്ള വോട്ട് പണം കൊടുത്ത് പിടിക്കുന്നത് നേരിട്ട് കാണുന്നൊരവസ്ഥ അതുവരെ കേരളത്തിൽ കാണുകയുണ്ടായി. ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ വളരെയേറെ ശ്രദ്ധേയമായ രീതിയിലുള്ള പ്രവർത്തനമാണ് LDFിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ അതിതീവ്രമായ ചൂടിന് അവർ വ്യാപകമായി ജനങ്ങളെ കാണാനും തുടർച്ചയായി സ്ക്വാഡ് പ്രവർത്തനം നടത്താനും ഒക്കെ അഹോരാത്രം ജോലി ചെയ്യുന്ന നില ഉണ്ടായി. ജോലിയെല്ലാം ഉപേക്ഷിച്ച് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലിറങ്ങിയ നേരത്തെ പറഞ്ഞതുപോലെ തിളച്ചു കൊണ്ടിരിക്കുന്ന വെയിലത്ത് എല്ലാ പ്രയാസങ്ങളും സഹിച്ച് പ്രവർത്തിച്ച ലക്ഷക്കണക്കിന് പ്രവർത്തകരെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിവാദ്യം ചെയ്യുകയാണ്. അവരെല്ലാം നടത്തിയിട്ടുള്ള ത്യാഗപൂർണമായ പ്രവർത്തനത്തിന് അതിൻ്റെതായ റിസൾട്ട് ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അതേപോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ ചേർത്ത് നടപ്പിലാക്കിയ നേട്ടങ്ങളും വർഗീയ സംഘർഷങ്ങളില്ലാത്ത സൗഹാർദ്ദപരമായ അന്തരീക്ഷം, മതനിരപേക്ഷത സൃഷ്ടിച്ച കേരളത്തിന്റെ പശ്ചാത്തലവും വളരെ വലിയ മതിപ്പോടുകൂടിയാണ് ജനങ്ങൾ വീക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാർ തുടരണമെന്ന കാഴ്ചപ്പാട് പൊതുവിൽ ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. LDF ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾക്ക് വലിയ അംഗീകാരം നൽകുന്ന സ്ഥിതിയും ഉണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുമ്പോൾ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും 2016 2021 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 90-ൽ കൂടുതൽ സീറ്റുകൾ ലഭിച്ചുകൊണ്ടാണ് അധികാരത്തിൽ വരാൻ സാധിച്ചത്. ഇപ്രാവശ്യവും ഞങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ 90 സീറ്റുകളിൽ കൂടുതൽ നേടി. കഴിഞ്ഞ രണ്ട് പ്രാവശ്യം പോലെ തന്നെ വൻ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ 3-ാം ടേമിലേക്ക് കടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഈ കാര്യം കഴിഞ്ഞ ഈ മാസം 9-ന് ജനങ്ങൾ നിശ്ചയദാർഢ്യത്തോടുകൂടി തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ദാരിദ്ര്യരഹിത കേരളം സൃഷ്ടിക്കുന്നതിനുള്ള അംഗീകാരം അത് സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാനിനി ഓരോന്നോരോന്നായിട്ട് വിശദീകരിക്കേണ്ട കാര്യമില്ല, അതെല്ലാം നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്തതാണ്. പോളിംഗ് കഴിഞ്ഞതിന് ശേഷം വലിയ അവകാശവാദമാണ്
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ UDF നേതാക്കളും ഒപ്പം ചില മാധ്യമങ്ങളും മുന്നോട്ടേക്ക് വെക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും ഈ വിശ്രമ ഒഴിവ് സമയത്ത് അല്ലെങ്കിൽ അതിന് കുറച്ച് മുമ്പ് തന്നെ UDFകാർ മന്ത്രിസഭാ രൂപീകരണം പോലും സാങ്കല്പികമായി നടത്തി കഴിഞ്ഞതായിരുന്നു. അന്ന് മുഖ്യമന്ത്രി സ്ഥാനം ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പങ്കുവെക്കും എന്ന കാര്യം അന്ന് ചർച്ച ചെയ്യേണ്ടായിട്ടുണ്ട്. മന്ത്രിമാരുടെ ലിസ്റ്റും പേഴ്സണൽ സ്റ്റാഫിന്റെ അംഗങ്ങളുടെ റിക്രൂട്ട്മെന്റുമെല്ലാം ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളമുള്ള കാഴ്ചപ്പാടെല്ലാം അന്ന് പുറത്തു വന്ന വിവരങ്ങളായിട്ട് നമ്മളെല്ലാം അറിഞ്ഞതാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ 99 സീറ്റ് നേടി LDF അധികാരത്തിൽ വരികയാണ് ചെയ്തത്. ഇപ്രാവശ്യവും ചർച്ചകളെല്ലാം നടക്കുന്നുണ്ടെങ്കിലും ഞാനതിൻ്റെ വിശദാംശത്തിലേക്ക് കടക്കുന്നില്ല. ഇപ്പോൾ അവസാനം വെടിനിർത്തി ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ മുഖ്യമന്ത്രി എന്നൊക്കെ തീരുമാനിച്ച് വാർത്താ മാധ്യമങ്ങളിൽ തന്നെ അത്തരം വിവരങ്ങൾ നൽകുന്ന സ്ഥിതി ഞാനും നിങ്ങളെല്ലാം കണ്ടതാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും വോട്ടവകാശം ഉറപ്പുവരുത്തുന്നതിന് ഉത്തരവാദിത്തമുള്ള ഏജൻസിയാണ് യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്നാൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടവർക്ക് വോട്ട് ചെയ്യുന്നതിനുള്ള അവസരം നിഷേധിക്കുന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. 20,000-ലധികം പേർ ഇത്തരത്തിൽ വോട്ട് ചെയ്യാൻ അവസരം ലഭിക്കാത്തവരായിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത്. ഹൈക്കോടതിയിൽ ഇപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടൊരു കേസ് നിലവിലുണ്ട്. എത്ര പേർക്കാണ് ബാലറ്റ് പേപ്പർ കൊടുക്കാതിരുന്നത്, വോട്ട് ചെയ്യാതിരുന്നത് എന്നതിന്റെ കൃത്യമായ കണക്ക് പോലും ഇലക്ഷൻ കമ്മീഷന് കോടതിയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്നില്ല. സ്വാഭാവികമായും അതിന്റെ അടുത്ത സിറ്റിംഗിൽ ഈ കണക്കിന്റെ വിശദാംശങ്ങൾ അവർ അന്വേഷിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 20,000-ലധികം പേർക്ക് വോട്ടവകാശം വിനിയോഗിക്കാനായില്ല എന്നുള്ള പ്രശ്നം ഗുരുതരമായി നമ്മുടെ മുമ്പിൽ വരുന്നത്. അതുപോലെ NCC, സ്റ്റുഡൻസ് പോലീസ് തുടങ്ങിയ NSS മേഖലയിലൊക്കെയുള്ള പ്രത്യേകം റിക്രൂട്ട് ചെയ്തിട്ടുള്ള വോളണ്ടിയർമാർ, ഇവരെ സംബന്ധിച്ചിടത്തോളം വോട്ട് അവകാശം ലഭ്യമായില്ല എന്ന പ്രശ്നവും നിലനിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ വോട്ടവകാശം ലഭിച്ച എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവസരം അനുവദിക്കണം. അത് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയാണ്. ഹൈക്കോടതിയിലുള്ള കേസ് സ്വാഭാവികമായും സാങ്കേതികത്വം പറഞ്ഞ് വോട്ട് നിഷേധിക്കാതെ കോടതി ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ഈ ഭരണഘടനാ ലംഘനം ഒഴിവാക്കാൻ, അവസാനിപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഇലക്ഷൻ കമ്മീഷനോട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അപ്പൊ എല്ലാവരും നന്ദിയുണ്ട്. എതിരായിട്ടും അനുകൂലമായിട്ടും ഒക്കെ മാധ്യമങ്ങൾ പ്രവർത്തിച്ചതിന് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള നല്ല ആരോഗ്യകരമായ പോരാട്ടമായിരുന്നു ഇപ്രാവശ്യം പൊതുവെ നടന്നത്. അതിന് എല്ലാ മാധ്യമങ്ങളോടും ഞാൻ നേരത്തെ നമ്മുടെ സഖാക്കളോട് നന്ദി പറഞ്ഞ പോലെ കേരളത്തോടാകെയും നന്ദി പറയുന്നു. അതുപോലെ മാധ്യമ പ്രവർത്തകരോടും നന്ദി അറിയിക്കുക. സഖാവ് ഗോവിന്ദൻ മാഷിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവകാശവാദങ്ങളും ഒക്കെയാണ് നാം ഈ കേട്ടത്. എന്തായാലും മെയ് 4 വരെ നമുക്ക് കാത്തിരിക്കാം. കതിരും പതിരും ഒക്കെ തെളിഞ്ഞ് വ്യക്തമായ ഒരു ചിത്രം നമുക്ക് മെയ് 4 ഉച്ചയോടുകൂടി ഏതാണ്ടൊരു പിടി കിട്ടും. എന്തായാലും അതുവരെ നമുക്ക് കാത്തിരിക്കാം.